നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചൊക്കന, മുപ്പിളി, കുണ്ടായി മേഖലകളിൽ റോഡിലും തോട്ടങ്ങളിലും വിഹരിച്ച് കാട്ടാനക്കൂട്ടം. ഭീതിയിൽ നാട്ടുകാരും യാത്രക്കാരും. വാഹനയാത്രികരെ ദുരിതത്തിലാഴ്ത്തി ദേശീയപാതയിലെ ആമ്പല്ലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗത കുരുക്ക്. അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ മേഖലയിൽ പൊടിശല്യവും രൂക്ഷം. മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിലെയും ഭരത പരിശുദ്ധ തൃത്വത്തിൻ പള്ളിയിലെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചൊക്കന, മുപ്പിളി, കുണ്ടായി മേഖലകളിൽ റോഡിലും തോട്ടങ്ങളിലും വിഹരിച്ച് കാട്ടാനക്കൂട്ടം. കഴിഞ്ഞ ദിവസം റോഡ് മുറിച്ച് കടക്കുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. 10 ആനകളാണ് റോഡിൽ നിലയുറപ്പിച്ചിരുന്നത്. കുട്ടിയാനയും ഇതിലുണ്ടായിരുന്നു. കാട്ടാനക്കൂട്ടം റോഡിൽ നിന്ന് പോകുന്നത് വരെ അരമണിക്കൂർ വരെ ഈ ഭാഗത്ത് ഗതാഗത തടസ്സം ഉണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നു. രാത്രിയും പകലും ഒരേപോലെയാണ് ഈ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തുന്നത്. അടിക്കടി കാട്ടാനക്കൂട്ടം മേഖലയിൽ എത്തുന്നതോടെ നാട്ടുകാരും ഭീതിയിലാണ്. കൂടാതെ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും ആശങ്കയിലാണ്. തൊഴിലാളി കുടുംബങ്ങളും വഴിയാത്രക്കാരും ഏറെ ആശങ്കയിലായ സാഹചര്യത്തിൽ ആനശല്യം ഒഴിവാക്കാൻ വനപാലകർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാഹനയാത്രികരെ ദുരിതത്തിലാഴ്ത്തി ദേശീയപാതയിലെ ആമ്പല്ലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ആമ്പല്ലൂർ സെന്റർ മുതൽ പുതുക്കാട് വരെ വാഹനങ്ങളുടെ നിര നീണ്ടു. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് ശനിയാഴ്ച വൈകിട്ട് മുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ ദേശീയപാതയിലെ ഗതാഗതം സ്തംഭിച്ച സ്ഥിതിയിലായിരുന്നു. നൂറുകണക്കിന് വാഹനങ്ങളും നിരവധി യാത്രക്കാരും ഇതോടെ ദുരിതത്തിലായി. 1.5 കിലോമീറ്ററിലേറെ ദൂരം ഇഴഞ്ഞാണ് വാഹനങ്ങൾ നീങ്ങിയത്. പ്രാദേശിക ഗതാഗതവും താറുമാറായി. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ കടന്നു പോകുവാൻ വീതി കുറഞ്ഞ റോഡ് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നതാണ് ഗതാഗത തടസ്സമുണ്ടാകാൻ കാരണം. സർവീസ് റോഡ് പൂർത്തീകരിക്കാത്തതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്നും ആമ്പല്ലൂരിലേക്ക് കടക്കുവാനുള്ള സർവീസ് റോഡുകൾ പൂർത്തീകരിച്ചിട്ടില്ല. അവധി ദിനങ്ങളും വാഹനങ്ങൾ കൂടുതൽ എത്തുന്ന ദിവസങ്ങളിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ടോൾ പ്ലാസയിലും വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടാകാറുണ്ട്. സർവീസ് റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ യാത്രക്കാരെയും വ്യാപാരികളെയും വലയ്ക്കുന്നുണ്ട്. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ മേഖലയിൽ പൊടിശല്യവും രൂക്ഷമാകുന്നു. എറണാകുളം ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് മെറ്റൽ വിരിച്ചു കഴിഞ്ഞെങ്കിലും ടാറിംഗ് നടത്തിയിട്ടില്ല. പൊടിശല്യം രൂക്ഷമായതോടെ വ്യാപാരികളും യാത്രക്കാരും ദുരിതത്തിലാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന പൊടിപടലം കച്ചവട സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ്. ദേശീയപാതയോരത്തെ സ്ഥാപനങ്ങളും മുഴുവൻ പൊടി നിറഞ്ഞ അവസ്ഥയാണ്. പൊടി ശ്വസിച്ച് തുമ്മലും ശ്വാസം മുട്ടലും ഉണ്ടാകുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. നൂറുകണക്കിന് വാഹനങ്ങൾ ഓടുന്ന തിരക്കേറിയ പാതയായതിനാൽ ഏതു സമയവും പൊടിയുടെ ശല്യവുമുണ്ട്. സർവീസ് റോഡുകളുടെ നിർമ്മാണം അടിയന്തിരമായി പൂർത്തിയാക്കിയാലേ ഈ ദുരിതത്തിന് പരിഹാരമാകൂ. വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി പൊടിശല്യം ഇല്ലാതെയാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ രാവിലെ ആരാധന, ജപമാല എന്നിവ നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ വാൾട്ടർ തേലപ്പള്ളി കാർമ്മികനായി. ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം എന്നിവയുണ്ടായി. തിങ്കളാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, പൂർവികർക്കു വേണ്ടിയുള്ള വിശുദ്ധ കുർബാന, തുടർന്ന് സെമിത്തേരിയിൽ പൊതു ഒപ്പീസ് എന്നിവ ഉണ്ടായിരിക്കും. ഫാദർ ജെയ്സൺ പുന്നശ്ശേരി കാർമ്മികനാകും. വൈകിട്ട് 8 ബാൻഡ് വാദ്യ മത്സരം നടക്കും. ജനുവരി 26 8ാം ഇടം.
ഭരത പരിശുദ്ധ ത്രിത്വത്തിൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ ത്രിത്വത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് നെടുങ്ങനാൽ കാർമ്മികനായി. തുടർന്ന് ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ കാർമ്മികനായി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന ഉണ്ടായിരുന്നു. ഫാദർ സ്റ്റെഫിൻ വല്ലിയാറ സന്ദേശം നൽകി. ദിവ്യകാരുണ പ്രദക്ഷിണവും നടന്നു. വികാരി ഫാദർ റിജോ വിധേയത്തിൽ, ജനറൽ കൺവീനർ ബേബി കളപ്പുരയിൽ, കൈക്കാരന്മാരായ ഷാജു കണ്ണമ്പുഴ, ഗ്രീൻഡോ താന്നിക്കൽ, ജിബിൻ കോലത്താങ്കുന്നേൽ എന്നിവർ നേതൃത്വം നൽകി. ചെങ്ങലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിലെ പരിശുദ്ധ കർമ്മലമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ റാഫേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ ജനുവരി 22 ആഘോഷിക്കും. ജനുവരി 21 രാവിലെ 6:30 വിശുദ്ധ കുർബാന, അമ്പ് വെഞ്ചിരിപ്പ്, കൂടുതുറക്കൽ ചടങ്ങുകൾ നടക്കും. ഫാദർ സനു കളത്തുപറമ്പിൽ കാർമ്മികനാകും. രാത്രി 7 വേസ്പര വർണ്ണമഴ, രാത്രി 11 അമ്പ് സമാപനം. തിരുനാൾ ദിനമായ ജനുവരി 22 രാവിലെ 6:30 വിശുദ്ധ കുർബാന, 10:30 ഫാദർ ജാക്സൺ തെക്കേക്കര കാർമ്മികനായി ആഘോഷമായ തിരുനാൾ കുർബാന എന്നിവ ഉണ്ടായിരിക്കും. ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ സന്ദേശം നൽകും. ഫാദർ സനു കളത്തുപറമ്പിൽ സഹകാർമ്മികനാകും. വൈകുന്നേരം 4 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ലിൻറ്റേഷ് വെല്ലപ്പാടി കാർമ്മികനാകും. തുടർന്ന് പ്രദക്ഷിണം, വർണ്ണമഴ, ബാൻഡ് വാദ്യം എന്നിവയും ഉണ്ടാകും. 23 രാവിലെ 6 മരിച്ചവർക്ക് വേണ്ടിയുള്ള അനുസ്മരണ ബലി, വൈകുന്നേരം 4:30 ജപമാല, വിശുദ്ധ കുർബാന, വൈകിട്ട് 7 ഗാനമേള എന്നിവയും ഒരുക്കും. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ 159ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ക്യാമ്പിൽ പങ്കെടുത്തവരിൽ 32 പേരെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്കായി തെരഞ്ഞെടുത്തു. ഡോക്ടർ ML ആരതി, പ്രിൻസ് ജോൺ, E ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, സഞ്ജീവ് K മേനോൻ, അനിൽ വടക്കേടത്ത് എന്നിവർ നേതൃത്വം നൽകി. ആറ്റപ്പള്ളി റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ഹൈക്കോടതി. തൃശൂർ ഇറിഗേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോടാണ് കോടതി റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്ന് നിർദ്ദേശിച്ചത്. 2006 ആരംഭിച്ച പാലത്തിന്റെ പണികൾ ഉടൻ പൂർത്തീകരിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. നന്ദിപുരം സ്വദേശി ജോസഫ് ചെതലിലാണ് ഹർജി സമർപ്പിച്ചത്. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും വേല മഹോത്സവവും തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ 9:30 മുതൽ 11:30 വരെ ശീവേലി എഴുന്നള്ളിപ്പിൽ തൃക്കൂർ രാജന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം ഉണ്ടായിരിക്കും. 10 മുതൽ പ്രസാദൂട്ട്, വൈകിട്ട് 6:30 മുതൽ 9:30 വരെ കാഴ്ചശിവേലി, കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പാണ്ടിമേളം, തുടർന്ന് 7 കുടമാറ്റം, 7:15 വേലകളി, 9:45 വെടിക്കെട്ട്. ജനുവരി 21 പുലർച്ചെ 4:30 മുതൽ കൂട്ടിയെഴുന്നള്ളിപ്പ്, തുടർന്ന് 10:30 വലിയ ഗുരുതിയോടെ 7 ദിവസത്തേക്ക് ക്ഷേത്രനട അടയ്ക്കും. ജനുവരി 27 തിങ്കളാഴ്ച നടതുറപ്പ് മഹോത്സവം ഉണ്ടായിരിക്കും. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വേല മഹോത്സവത്തോടനുബന്ധിച്ച് സംഗീതോത്സവം നടത്തി. പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ എന്നിവർ ഭദ്രദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു. കൺവീനർ സുനിൽ കുമാർ തെക്കൂട്ട്, ട്രഷറർ സജീവൻ പണിക്കപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. 100-ൽ പരം സംഗീത പ്രതിഭകൾ സംഗീതോത്സവത്തിൽ പങ്കെടുത്തു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച അലങ്കാര ഗോപുരം സമർപ്പിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി ചെയർമാൻ TS അനന്തരാമൻ, ക്ഷേത്രം രക്ഷാധികാരി സിദ്ധാർത്ഥ പട്ടാഭിരാമൻ, പുതുക്കാട് CI സജീഷ് കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, കൺവീനർ സുനിൽ കുമാർ തെക്കോട്ട്, ട്രഷറർ സജീവൻ പണിക്കപ്പറമ്പിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. 50ാം വിവാഹ വാർഷികം കഴിഞ്ഞ ദമ്പതിമാരെയും 84 വയസ്സ് പൂർത്തീകരിച്ച അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. മുപ്ലിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും.
രാവിലെ 9-ന് പെരുവനം പ്രകാശൻ മാരാർ പ്രാമാണികനായി പഞ്ചാരി, ഉച്ചതിരിഞ്ഞ് 3-ന് പരക്കാട് തങ്കപ്പൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, വൈകിട്ട് പെരുവനം സതീശൻ മാരാർ പ്രാമാണികത്വം വഹിക്കുന്ന പാണ്ടിമേളം എന്നിവ ഉണ്ടായിരിക്കും. ആനന്ദപുരം NSS കരയോഗത്തിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. ആനന്ദപുരം കരയോഗം പ്രസിഡന്റ് PM രമേശ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ മുഖ്യാതിഥിയായി. യൂണിയൻ പ്രതിനിധി ബിന്ദു ജി മേനോൻ മഠത്തിൽ, ശങ്കരൻകുട്ടി, കരയോഗം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, വനിതാ സമാജം സെക്രട്ടറി സുമ ശിവാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ പടിഞ്ഞാട്ടുമുറി NSS കരയോഗത്തിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം താലൂക്ക് യൂണിയൻ സെക്രട്ടറി S. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് P. ശ്രീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. NSS താലൂക്ക് ഇൻസ്പെക്ടർ രതീഷ്, കരയോഗം സെക്രട്ടറി ഉണ്ണി പുതുവത്ത്, T. ശ്രീകുമാർ, സുധ എന്നിവർ പ്രസംഗിച്ചു. പുതിയ കരയോഗം ഭാരവാഹികളായി P. ശ്രീധരൻ നായർ പ്രസിഡന്റ്, ഗീത തേമ്പാട്ട് വൈസ് പ്രസിഡന്റ്, ഉണ്ണി പുതുവത്ത് സെക്രട്ടറി, രാജീവ് കണ്ണൻ ജോയിന്റ് സെക്രട്ടറി, ഇന്ദിര സുരേന്ദ്രൻ ട്രഷറർ, ഗോപിനാഥ് പാഴാട്ട്, ദിനേശൻ പുതുവത്ത്, P. സാജു, സുധ കമ്മിറ്റി അംഗങ്ങൾ, T. ശ്രീകുമാർ, ആദർശ് അത്തക്കുടത്ത് താലൂക്ക് പ്രതിനിധികൾ, ഉണ്ണി പുതുവത്ത് കരയോഗം ഇലക്ട്രോൾ അംഗം എന്നിവരെ തെരഞ്ഞെടുത്തു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി S. കൃഷ്ണകുമാർ മുഖ്യ വരണാധികാരിയായിരുന്നു. കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ സമൂഹത്തിൽ വ്യക്തമായ മാന്യമായ ഒരു സ്ഥാനമാണ് സമുദായ സംഘടന അതിന്റെ ഭാരവാഹികളായ പ്രസിഡന്റും സെക്രട്ടറിക്കും കൊടുക്കുന്നത് എന്നതിന് ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയേണ്ടി വന്നത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ചൈൽഡ് റിസോഴ്സ് സെന്റർ ആരംഭിച്ചു. ചൈൽഡ് റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷൈബി സജി, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സനല ഉണ്ണികൃഷ്ണൻ, ICDS സൂപ്പർവൈസർ വിജയലക്ഷ്മി, ചൈൽഡ് റിസോഴ്സ് പേഴ്സൺ രഹന ഉണ്ണികൃഷ്ണൻ, കില തീമാറ്റിക് എക്സ്പെർട്ട് ധന്യ എന്നിവർ സന്നിഹിതരായി. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വികസനങ്ങൾക്ക് വേണ്ടിയും കുട്ടികളുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുമാണ് ചൈൽഡ് റിസോഴ്സ് സെന്റർ പ്രവർത്തിക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിലെ പോങ്കോത്ര ടൈൽസ് ഇന്ത്യ റോഡ് സോളിംഗ് മെറ്റലിംഗ് ടാറിംഗ് ചെയ്തതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഷീന പ്രദീപ്, കുടുംബശ്രീ ADS പ്രസിഡന്റ് സുനിത രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. 7,50,000 രൂപ ചെലവഴിച്ചായിരുന്നു റോഡിന്റെ നവീകരണം. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി കപ്പൽ യാത്രയൊരുക്കി മറ്റത്തൂർ പഞ്ചായത്തിലെ 12ാം വാർഡ് വയോജന ക്ലബ്ബ്. കടമ്പോട്, മോനടി, മുട്ടത്തുകുളങ്ങര, പുളിന്തറ, നീരാട്ടുകുടി പ്രദേശങ്ങളിൽ നിന്നായി 60 വയസ്സ് പിന്നിട്ട 51 പേർ യാത്രയിൽ പങ്കെടുത്തു. ബസ്സിൽ കൊച്ചിയിലെത്തിയ സംഘം ഉല്ലാസ നൗകയിൽ കയറിയാണ് അറബിക്കടലിന്റെ വിശാലതയിലൂടെ യാത്ര ചെയ്തത്. വിശാലമായ ഓളപ്പരപ്പിലൂടെ നടത്തിയ ഉല്ലാസയാത്ര വയോജനങ്ങൾക്ക് അവിസ്മരണീയമായ കടൽ കാഴ്ചകളാണ് സമ്മാനിച്ചത്. ആദ്യമായി കപ്പലിൽ കയറി യാത്ര ചെയ്തവരായിരുന്നു സംഘത്തിലെ ഒട്ടുമിക്കവരും. ആട്ടവും പാട്ടുവുമായി മണിക്കൂറുകളോളം നീണ്ട കപ്പൽ യാത്ര മറക്കാനാവാത്ത അനുഭവമാണ് ഓരോരുത്തർക്കും സമ്മാനിച്ചത്. ഒടുവിൽ കപ്പലിൽ നിന്നും കരയിലിറങ്ങുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സ് നിറയെ ആദ്യ കടൽ യാത്ര സമ്മാനിച്ച അമ്പരപ്പും കൗതുകങ്ങളുമായിരുന്നു. കടമ്പോട് വയോജന ക്ലബ്ബ് പ്രസിഡന്റ് TD ശ്രീധരൻ, സെക്രട്ടറി PU സിറിയക്, PS അംബുജാഷൻ, PS സുരേന്ദ്രൻ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. കൊടകര പുത്തുക്കാവ് താലപ്പൊലി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് അധികാരികളും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ദേവസ്വം കമ്മിറ്റി അംഗങ്ങളും ദേശക്കാരും പാരമ്പര്യ പ്രതിനിധികളും ചേർന്നുള്ള സംയുക്ത യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ കൊടകര SI അരിസ്റ്റോട്ടിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് എന്നിവർ മാർഗനിർദ്ദേശം നൽകി. ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട്, സെക്രട്ടറി രാമൻ നായർ, കൺവീനർ AK പ്രേമൻ എന്നിവർ പ്രസംഗിച്ചു. പ്രശ്നങ്ങളുമില്ലാതെ വളരെ ശാന്തമായിട്ട് കഴിഞ്ഞു പോകുന്ന ഉത്സവമാണ് എന്നുള്ളതാണ് എനിക്ക് ശരിയല്ലേ? എസ്പെഷ്യലി മെയിൻ ചടങ്ങ് താലപ്പൊലിയാണ് അല്ലേ? താലിവരവാണ്. അപ്പൊ അതൊന്നും പറയാനില്ല. താലിവരവിന് ഇങ്ങനെ പൊതുവെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളത് അറിവ്. അതിന് താലിം ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ താലിയെ ഞാൻ കണ്ടിട്ടില്ല. ആരംഭിച്ചു വരുന്നത് പരിപാടി. ചാവക്കാട് CPM നേതാവിന് പോത്തിന്റെ കുത്തേറ്റു. ഈസ്റ്റ് CPM ലോക്കൽ സെക്രട്ടറി PS അശോകനാണ് കുത്തേറ്റത്. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. പരുക്കേറ്റ അശോകനെ ചാവക്കാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയൽപ്പക്കത്തെ വീട്ടിലെ പോത്താണ് കുത്തിയത്.
കയറിൽ കുടുങ്ങിയ നിലയിലുള്ള പോത്തിനെ കയർ അറുത്തുമാറ്റി രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ പോത്ത് കുത്തുകയായിരുന്നു. 2025-26 വാർഷിക പദ്ധതി രൂപീകരണം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നീ അജണ്ടകളുമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് 12 ഗ്രാമസഭ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമസഭാ കൺവീനർ പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, കോർഡിനേറ്റർ PC വിദ്യ എന്നിവർ പ്രസംഗിച്ചു. ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? വലിയ ജനപ്രീതിയാണ് ഇന്ന് ക്രെഡിറ്റ് കാർഡുകൾക്കുള്ളത്. കാരണം പണമില്ലെങ്കിലും ഹ്രസ്വ കാലയളവിലേക്ക് വായ്പാ തുക കൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ ആളുകൾക്ക് കഴിയുന്നതാണ് ഇതിന്റെ മേന്മ. എന്നാൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? റിപ്പോർട്ട് കാണാം. ഒരു വ്യക്തിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി സമന്വയിക്കുന്നതും ചെലവിന് അനുസരിച്ചുള്ളതുമാകണം ക്രെഡിറ്റ് കാർഡ്. അതിനാൽ ഈ കാര്യങ്ങൾ പരിഗണിക്കാൻ ശ്രമിക്കുക. ശരിയായ ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ചില വഴികൾ ഇതാ. പലചരക്ക് സാധനങ്ങൾ, യാത്ര, ഷോപ്പിംഗ് എന്നിവ പോലുള്ള പതിവ് ചെലവുകൾ വിലയിരുത്തുക. കാരണം ക്രെഡിറ്റ് കാർഡുകൾ ഓരോ ചെലവുകൾക്കും പ്രത്യേകമായി ഓഫറുകൾ നൽകുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡുകളിലൂടെ ലഭിക്കുന്ന റിവാർഡ് പ്രോഗ്രാമുകളെ താരതമ്യം ചെയ്യുക. ചില കാർഡുകൾ ക്യാഷ് ബാക്ക് വാഗ്ദാനം ചെയ്യുന്നു, മറ്റുള്ളവ യാത്രാ സമയത്ത് ആവശ്യമായ റിവാർഡുകൾ നൽകുന്നു. ജീവിതശൈലിയും മുൻഗണനകൾക്കും അനുസരിച്ച് റിവാർഡുകളുള്ള ഒരു കാർഡ് തിരഞ്ഞെടുക്കുക. ക്രെഡിറ്റ് കാർഡിന് വാർഷിക ഫീസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ചില കാർഡുകൾ വലിയ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുമെങ്കിലും വാർഷിക ഫീസിന്റെ വിലയേക്കാൾ ആനുകൂല്യങ്ങൾ കൂടുതലാണോ എന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട പലിശ നിരക്കുകൾ പരിശോധിക്കുക. കുറഞ്ഞ പലിശ നിരക്ക് നിങ്ങൾക്ക് പണം ലാഭിക്കാം. ഒരു ക്രെഡിറ്റ് കാർഡ് വാഗ്ദാനം ചെയ്യുന്ന വായ്പാ പരിധി നിങ്ങളുടെ ആവശ്യതകൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കുക. കൂടുതൽ പ്രതിമാസ ചെലവുകൾ ഉള്ളവർക്ക് ഉയർന്ന വായ്പാ പരിധി പ്രയോജനകരമാണ്. യാത്രാ ഇൻഷുറൻസ്, പർച്ചേസ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എയർപോർട്ട് ലോഞ്ചുകളിലേക്കുള്ള ആക്സസ് എന്നിവ പോലുള്ള അധിക ആനുകൂല്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു കാർഡ് തിരഞ്ഞെടുക്കുക. ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകളും വ്യവസ്ഥകളും നന്നായി മനസ്സിലാക്കുക. ഫീസ്, പിഴകൾ, ബാധകമായേക്കാവുന്ന നിയന്ത്രണങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക മെഡിക്കൽ ഓഫീസർ ഒഴിവിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. MBBS-ഉം TCMC കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ ഈ മാസം 21-ന് 5 മണിക്ക് മുൻപായി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളോടൊപ്പം ആശുപത്രി ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ ഇമെയിൽ വഴിയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. മുൻ പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048027512232. ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ മോഡേൺ മെഡിസിൻ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, അസിസ്റ്റന്റ് സർജൻ, സിവിൽ സർജൻ എന്നീ തസ്തികകളിൽ താൽക്കാലിക അഡ്ഹോക് വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ബിരുദം, MBBS സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ അല്ലെങ്കിൽ ഇലക്ഷൻ ID കാർഡ് എന്നീ രേഖകളുടെ അസലും പകർപ്പും സഹിതം ജനുവരി 18 രാവിലെ 10:30 തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടത്തുന്ന വാക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7435 രൂപ, പവന് 59,480 രൂപ. ചുങ്കത്ത് ഗ്രൂപ്പ് ചെയർമാനും പ്രമുഖ വ്യവസായിയുമായ CP പോൾ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ചാലക്കുടിയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 3-ന് ചാലക്കുടി ഫൊറോന പള്ളിയിൽ നടക്കും. ചാലക്കുടി, കൊല്ലം, കരുനാഗപ്പള്ളി, തൃശൂർ, കൊച്ചി, അങ്കമാലി, ഇരിഞ്ഞാലക്കുട ഉൾപ്പെടെ 10 ജ്വല്ലറികളുടെ ഉടമയാണ്. കുന്നംകുളം സ്വദേശിയായിരുന്ന ചുങ്കത്ത് പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചാലക്കുടിയിൽ സ്ഥിരതാമസം ആരംഭിക്കുകയും ചാലക്കുടിയിൽ ഹാർഡ്വെയർ സ്ഥാപനം ആരംഭിക്കുകയുമായിരുന്നു. പിന്നീടാണ് അദ്ദേഹം സ്വർണ്ണ വ്യാപാര രംഗത്തേക്ക് കടക്കുന്നത്. നന്മ നിറഞ്ഞ ചാലക്കുടി എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊക്കന, മുപ്പിളി, കുണ്ടായി മേഖലകളിൽ റോഡിലും തോട്ടങ്ങളിലും വിഹരിച്ച് കാട്ടാനക്കൂട്ടം. ഭീതിയിൽ നാട്ടുകാരും യാത്രക്കാരും.
വാഹനയാത്രികരെ ദുരിതത്തിലാഴ്ത്തി ദേശീയപാതയിലെ ആമ്പല്ലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗത കുരുക്ക്. അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ മേഖലയിൽ പൊടിശല്യവും രൂക്ഷം. മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിലെയും ഭരത പരിശുദ്ധ തൃത്വത്തിൻ പള്ളിയിലെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.